this my guys, know that we fly, know that they ride or die. I keep well by my side, CJ Ack, now I gotta ride or die. ഹലോ, എന്നാണ്ട്? ഞാൻ രാവിലെ വേഷവിധാനങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കണം, രാവിലെ ഒരു റൈഡിന് ഇറങ്ങിയേക്കുക. ഇന്ന് നമ്മുടെ USTയിലെ റൈഡേഴ്സ് ക്ലബിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വാൽപ്പാറ ട്രിപ്പ്. ഇവിടുന്ന് ആതിരപ്പള്ളി വാഴച്ചാൽ, അതുവഴി വാൽപ്പാറ, പിന്നെ ഇവിടുന്ന് പൊള്ളാച്ചിയിൽ നിന്ന് തൃശ്ശൂർ റൂട്ട് കയറി കറങ്ങി തിരിച്ചു വരാനാണ് പ്ലാന്. 370 മറ്റാണ് ടോട്ടൽ പറഞ്ഞേക്കുന്നത്. കറങ്ങി തിരിച്ച് എന്തായാലും ഒരു 400 ആവും. അപ്പം നേരെ ഒരു 4 മണി ആവുന്നുള്ളൂ. ഇനി ചെല്ലുക 10-20 റൈഡേഴ്സോളം ഉണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യുക, പിന്നെ അവിടെ നിന്ന് പൊളിക്കുക. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ അതേണ്ട നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ നിന്ന് നിരന്നിരിപ്പുണ്ട്. ആനന്ദുവിൻ്റെ പുതിയ ഹിമാലയൻ, തുഷാറിൻ്റെയും പുതിയ ഹിമാലയൻ ഉണ്ട്, പ്രൈസുണ്ട്. പിന്നെ കഡ്ഡഞ്ച് 390 ഉണ്ട്. പിന്നെ ചെറുപറ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി കുറച്ച് പോകുന്ന വഴിക്കും ജോയിൻ ചെയ്യാനുണ്ട്. Needed somebody to show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the darkness. You were the only thing I needed. Then we got older, but we stayed the same. Swear that we never lost the flame. Nostalgia, you're an echo in my head. Oh, nostalgia, like a symphony of our memories. Oh, nostalgia, don't you ever slip away. Oh, nostalgia, like a symphony of our memories. നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റ് അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കലാണ്. വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം നല്ല വെള്ളമുള്ളതുകൊണ്ട് നല്ല വൈബാണ്. മഞ്ഞൊക്കെ ഉണ്ടല്ലോ. വെള്ളച്ചാട്ടത്തിന് മുകളിൽ കണ്ടോ ഒരു നല്ല ലെയർ മഞ്ഞ് നിൽക്കുന്നു. കൊള്ളാം, അടിപൊളി. നന്നായി. അങ്ങനെ ആതിരപ്പള്ളി കഴിഞ്ഞ് നമ്മൾ കാട്ടിലേക്ക് കയറി. ഇവിടെ നിന്ന് ഈ വാഴച്ചാൽ വരെയുള്ള ഭാഗമുണ്ടല്ലോ, ഭയങ്കര രസമാണ്. മഴയൊക്കെ പെയ്ത് തോർന്നു കിടക്കുന്നു. ഈ വഴി കൂടെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. Swear that we never lost the flame. No, nostalgia, you're an echo in my head. Oh, nostalgia, like a symphony of our memories. Oh, nostalgia, don't you ever slip away. Oh, nostalgia, like a symphony of our memories. Oh, like a symphony of our memories. Oh, like a symphony of our memories. Oh, nostalgia, don't you ever slip away. Oh, nostalgia, like a symphony of our memories. അപ്പോൾ വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടികളെല്ലാം കൂടെ നിർത്തിയേക്കുവാണ്. ഇനി ഇവിടെ പേരും നമ്പരും ഒക്കെ കൊടുത്തിട്ട് വേണം കയറിപ്പോയാൽ. ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബാഗിലേക്ക് നിന്നതാണ്. എല്ലാവരും അങ്ങ് പോയി. നല്ല വഴി, സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ മാത്രം. അതെ, അവരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഒപ്പം പിടിക്കട്ടെ. വെയിൽ വന്നു. പാലം. ഇപ്പം ഇവിടെ വെയിലുണ്ട്, പക്ഷെ കാടിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഈ വെളിച്ചം ഇങ്ങനെ വരുന്ന കാണാൻ ഒരു പ്രത്യേക രസമാണ്. അവിടെ എന്നാ നല്ല വെയിലായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഇരുട്ട്. പക്ഷെ കണ്ടോ, ആ മരങ്ങളുടെ ഇടയിൽ കൂടെ വെളിച്ചം വരുന്നുണ്ടോ, ഭയങ്കര രസം. നമ്മുടെ ഇത്രയും വണ്ടി ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ടല്ലോ. ആനയുടെ മുമ്പിൽ ചെന്ന് ചാടാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ രാവിലെ ഏകദേശം സമയത്തായി 7:30, 6 മണി തൊട്ടിട്ടാണ് ഇവിടെ തുറക്കുന്നത്.
അപ്പം 7 മണി എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുമ്പോൾ അധികം വണ്ടികൾ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ആന ഒന്നും ഇല്ലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഒക്കെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഏതായാലും പോയി നോക്കാം. ഈ വെളിച്ചം ഒരു പ്രത്യേക രസമാണ് കേട്ടോ. സൈഡിൽ നിന്ന് ഇങ്ങനെ വെയിലടിച്ചിട്ട് ഈ കാടിനുള്ളിലേക്ക് വെളിച്ചം കയറി വരുന്നത് രാവിലെ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അവിടെ ഒരു വളവുണ്ട്, ആ വളവ് തിരിഞ്ഞ് വണ്ടികൾ പോകുന്നതാണ് ഒരു പ്രത്യേക രസം. കണ്ടോ? നേരെ ലെൻസിലോട്ടായിരിക്കും മറ്റും അടിക്കുന്നത്. ഡോണ്ട് വറി. എല്ലാവരും പതിയായി, എല്ലാവരും കാട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വരുന്നു നോക്കിയേ. ഓ, എന്നാ രസമല്ലേ. രാവിലെ നേരത്തെ വന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഒരു മുകളിൽ നിന്ന് മരത്തിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് വരുന്നത് ഭയങ്കര രസമാണ്. അത് നമ്മൾ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്നറിയില്ല, നേരിട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ ഈ കാടിനകത്ത് നമ്മൾ ഈ വെയിലൊന്നും അറിയുകയില്ല. ആനന്ദുവിൻ്റെ ഹിമാലയനും തുഷാറിൻ്റെ ഹിമാലയനും, നമ്മുടെ ഗ്രൂപ്പിലെ 2 പുതിയ ഹിമാലയൻ 450s ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. അതിൻ്റെ ആ ഇൻഡിക്കേറ്ററിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റിൻ്റെ ഡിസൈൻ കാണാൻ നല്ല രസമാണ്. വേറൊരു ഹിമാലയൻ നമ്മുടെ കൂടെ ഉള്ളതല്ലെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല രസമല്ലേ. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് പണ്ട് വന്നിട്ടുള്ളപ്പോൾ. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റത്തില്ല. വൈപ്പിൻ്റെ പാലത്തിൻ്റെ അവിടെ ജസ്റ്റ് നിർത്തിയതാണ്. കുറേ നേരം വലിയ വണ്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഏതായാലും അവിടെ വരെ നടന്നിട്ട് വരും. പെൻസ്റ്റോക്ക് പൈപ്പ് കാണണ്ടേ? ഇത് എൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നു. 3 പെൻസ്റ്റോക്ക് പൈപ്പ്. ഇത് മിക്കവാറും ഷോളയാർ ഡാമിൽ നിന്ന് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ കയറി ചെല്ലുന്ന ഷോളയാർ ഡാമിൻ്റെ ഇലയാണ്. മിക്കവാറും കയറി ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കാണാം. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. ഓ, അതിൻ്റെ താഴെ സബ്സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നല്ലേ അത്? ഷോളയാർ ഡാമിൽ നിന്ന് വരുന്നതല്ലേ? കൊള്ളാം, നല്ല രസമുണ്ടല്ലേ പൈപ്പ് പോകുന്നതാണ്. ഓഫ് റോഡിങ്. ഈ ഓഫ് റോഡിൽ നിന്ന് വരാതി വേണ്ട. നല്ല ആൾക്കാർ ഇത്രയും മഴ നനഞ്ഞ് വന്നിട്ട് വെള്ളത്തിലിറക്കാൻ മടിയാണ്. കൊള്ളാം, അടിപൊളി. ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ കണ്ട് വഴിപണിയാന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് തുടങ്ങുന്നില്ല. റൈറ്റ് സൈഡിൽ നോക്കി. അടിപൊളി. ആകാശം തെളിഞ്ഞല്ലോ, മഴ തീർന്നെന്ന് തോന്നുന്നു. റെയിൻകോട്ടൊക്കെ ഊരി പെട്ടിക്കകത്ത് കയറ്റാറായി. താഴെ ഏകദേശം തീർന്നു. നമ്മൾ നാട്ടിലേക്ക് വന്നിറങ്ങുവാണ്. ഇപ്പം മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ചെല്ലണം. വഴി ഇപ്പോഴും ഓഫ് റോഡ് തന്നെ. പറഞ്ഞാൽ തീരുമെന്നറിയത്തില്ല. ഇരുന്നോടിച്ചാൽ നട്ടിൽ റബ്ബറാകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് നേരം ഇനി എഴുന്നേറ്റ് നിന്ന് ഓടിക്കാം. വണ്ടിയൊന്നും വരാത്തടത്തോളം കുഴപ്പമില്ല. പക്ഷെ ചെളിക്കകത്ത് കയറി കഴിഞ്ഞാൽ സീന. വണ്ടിയുണ്ട് ഒറ്റയ്ക്കായിട്ട്. ഇരുന്ന് ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റേ തന്നെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. അത്യാവശ്യം നന്നായിട്ട് ഷോക്ക് കിട്ടുന്നുമുണ്ട്. ചെളി. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങളിലെടുത്തത്. നോക്കി. കൊള്ളാം. മൂന്നാർ പോലെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വാഗമണ്ണ് പോലെയല്ല. വാഗമണ്ണിൽ ഈ തേയിലകളുടെ ഇടയിൽ കൂടുതൽ മരങ്ങൾ നോർമലി കാണാറില്ല. നമ്മുടെ ആ ഉപ്പുതറ റൂട്ടിലോട്ടൊക്കെ കയറുമ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഫുഡടിയൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. നല്ല വെയിലായി, ആകാശവും തെളിഞ്ഞു. ഇനിയിപ്പോൾ മഴയൊക്കെ കണക്കായിരിക്കും. നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്ന സ്ലിപ്പൊക്കെ കാണിച്ച് ഇവിടുന്ന് വാൽപ്പാറ. നമ്മളങ്ങനെ ഷോളയാർ ഡാമിൻ്റെ മുകളിലെത്തി. ഡാമിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. മഴക്കാലം തുടങ്ങിയതല്ലേ ഉള്ളൂ, വെള്ളം ആകുമായിരിക്കും. ഈ വളവ് തിരിഞ്ഞ് ഒരു ചെറിയ പാലം ബണ്ട് റോഡ് പോലെ ഒരു സ്ഥലത്തോട്ട് കയറും. നല്ല രസമാണ് ഇപ്പം കാണാം. യെസ്, വാവ്, അടിപൊളി. ഇവിടെ നിന്ന് നമുക്ക് ഷോളയാർ ഡാമിന് നല്ലൊരു വ്യൂവും കിട്ടും. എണീറ്റ് നിന്നാൽ കുറച്ചുകൂടെ കാണാമായിരിക്കും. യെസ്, ഇനി ഡാം ഫുള്ള് നിറഞ്ഞ് വെള്ളമായി കഴിയുമ്പോൾ ഒന്നുകൂടെ വരാം. മൊത്തം നല്ല കിടിലൻ വളവുകളാണ്. വണ്ടികളിങ്ങനെ വീശി പോകുന്ന കാണാൻ തന്നെ രസമാണ്. പക്ഷെ ചെറുതായിട്ട് ചരലൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് പോയി തെന്നി വീഴാനും സാധ്യതയുണ്ട്. എന്നാ കിടില ഫ്രെയിമാന്ന് നോക്കി. ആ വണ്ടികളെല്ലാം കൂടെ മുമ്പിൽ വേണ്ടതായിരുന്നു. ഞാൻ കുറച്ച് മുമ്പിലായിപ്പോയി. അല്ലെങ്കിൽ ഫുള്ള് വണ്ടികളും നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയാൽ. നല്ല വഴിയാണ്, പക്ഷേ അതിലെല്ലാം മെറ്റിലെളിയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പിടിവിട്ട് പോകാനും പറ്റിയില്ല. ഫ്രെയിം നോക്കിയേ, അടിപൊളി, നൈസ്.
ഇവിടെയൊക്കെ നിർത്തിയില്ല പിന്നെ എവിടെ നിർത്താനല്ലേ? ചവിട്ടെ ചവിട്ടെ. പിന്നല്ല. എന്നാ കിടിലം വ്യൂ. ആകാശത്ത് ആ മേഘങ്ങളും കൂടെ നിൽക്കുന്നതുകൊണ്ട് കിടിലമായിട്ടുണ്ട്. കിടിലം വ്യൂ. നല്ല തെളിവാണെങ്കിൽ ഇത്ര മേഘങ്ങൾ കിട്ടത്തില്ല. മഴയാണെങ്കിൽ നമുക്ക് ഇത്രയും നല്ല ലൈറ്റും കിട്ടത്തില്ല. ഇതാണ് നമ്മുടെ വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. 20 വണ്ടികൾ. അടിപൊളി. ഇടയ്ക്ക് എൻ്റെ ക്യാമറ അതേന്ന് ചാടിപ്പോയായിരുന്നു. ഒന്ന് ശരിയാക്കാൻ നിർത്തേക്കും കുറച്ച് പുറകിലായി. ഇപ്പം നമ്മൾ വെള്ളമല എസ്റ്റേറ്റ്, അങ്ങനെ ഒരു എസ്റ്റേറ്റ് റോഡിലേക്ക് കയറിയിട്ട് അതിനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വാൽപ്പാറ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നമുക്ക് പോയി നോക്കാം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഏതോ ഒരു കിടില സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്യും. നോക്കി, ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. കൊള്ളാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരുന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും അരുവിയുടെ അടുത്തോട്ട് പോയി. നമുക്കും കൂടെ ചെല്ലാം. കൊള്ളാം അല്ലേ? സ്ഥലം രസമുണ്ട്. സുധി അവിടെ പോയി പടഞ്ഞ് വീണല്ലോ. നൈസ്. എല്ലാം ലൈനപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിരന്ന് നിൽക്കുന്ന മഴ. ഇതാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടും. പക്ഷെ ഫുള്ള് വെയിലാണ്. ഒന്നും കാണത്തില്ലെന്നുള്ളൂ. ഇവിടുന്ന് ഒരു 50 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഏതോ ഒരു റൂട്ടിലേക്ക് കയറി. ഏതാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല. നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയ സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഏതാണ്ട് വെള്ളച്ചാട്ടമോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ചെറിയൊരു വെള്ളച്ചാട്ടം, വേറെ വെള്ളവും വെള്ളച്ചാട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊള്ളാം. പിന്നെ ഒരു രസമാണ്, ചുമ്മാ ഒരു ആംബിയൻസ് പിടിച്ച് വേണേൽ വന്നിരിക്കാൻ കൊള്ളാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാൽപ്പാറ ചെന്നിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ വന്ന വഴിയല്ല, അവിടുന്ന് പിന്നെ നമ്മൾ പൊള്ളാച്ചി റൂട്ടിൽ ഇറങ്ങുവാണ്. എന്നിട്ട് പാലക്കാട് ടച്ച് ചെയ്യുന്നില്ല, തൃശ്ശൂരിനും പാലക്കാടിനും ഇടയ്ക്ക് വന്നത്. എന്നിട്ട് പിന്നെ അങ്ങനെ പോകാനാണ് പരിപാടി. അങ്ങോട്ട് പോയപ്പോൾ ഇത് കണ്ടില്ല. നോക്കിയാൽ വാൽപ്പാറ ടൗണ് വീടുകൾക്കെല്ലാം നല്ല വെറൈറ്റി കളറുകളായതുകൊണ്ട് കാണാൻ രസമാണ്. ഇതാണ് സാധാരണ എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ വേണ്ടി നിർത്താറുള്ള ആ സ്ഥലം. ഒരു രക്ഷയില്ലാത്ത വ്യൂ. പൊള്ളാച്ചി ഡാമാണ്. പൊള്ളാച്ചി ഡാം. ഈ വ്യൂ ഉണ്ടല്ലോ, കിട്ടില്ല വ്യൂ ആണ്. അതായത് നമുക്ക് ആ ഡാമിൻ്റെ ഫുള്ള് വ്യൂ ഇത്രയും മുകളിൽ നോക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാൻ. ഇനി നമ്മൾ അതാണ് നമുക്ക് പോകേണ്ട വഴി. അതായത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇതിൽ ഇറങ്ങിയാണ് ഈ ഡാമിൻ്റെ അടുത്തൂടെ തന്നെ ചെന്നിട്ട് നമ്മൾ പോകുന്നത്. താഴെക്കൂടെ നോക്കി അറിയാം വണ്ടി കയറി വരുന്നത്. എന്നാ ഹൈറ്റിലല്ലേ നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഡാമിൻ്റെ വ്യൂ ആസ്വദിക്കുക അല്ലേ? ഈ പാറയുടെക്ക് ഇത്രയൊക്കെ വെള്ളം വരുന്നതല്ലായിരുന്നോ? നല്ല രസമല്ലേ? മരങ്ങളുടെ ഇടയിലോട്ട് ചെന്ന് കയറുന്ന പോലെ. അനന്തൂർ ചായക്കട തപ്പി പോയിട്ടുണ്ട്. എവിടെയെങ്കിലും ചായ കിട്ടണമെങ്കിൽ ഒരു ചായ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. തമിഴ്നാടൻ ചായ വൈബ്. പുറത്തുമാരായിട്ട് ചായ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, റോഡിലോട്ട് പറന്നിറങ്ങി നിൽപ്പുണ്ട്. ബൈക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ബഹളം കാരണം പോകുമെന്ന് അറിയത്തില്ല. കണ്ടോ? ഫീൽ വിടർത്തുവാണെങ്കിൽ കാണാൻ രസമുണ്ടായിരുന്നു. അപ്പം തമിഴ്നാട്ടിലെ ഏതോ മലയാളി വാരത്തൂടെ ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനിയിപ്പം രാത്രിയാകാറായി, 6 മണിയായി. രാത്രിയാകാറായില്ല, 6 മണിയായി. ഇനിയിപ്പം പറയത്തക്ക പുതിയ വിഷ്വൽസ് ഒന്നും കാണാനുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി എല്ലാവരും വിട്ട് വീട്ടിൽ പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും വണക്കം.